ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. കാർഷിക സർവകലാശാലയുടെ പരിപാടിയാണ്. യൂണിയൻ ചെയർമാൻ ഹരിനന്ദാണ് ഉത്തരവ് വലിച്ചു കീറിയത്. ടി സിദ്ദിഖ് കൃഷി വകുപ്പ് മന്ത്രി വേദിയിലിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും സംശയം തോന്നാം, SFIയുടെ യൂണിയനായിരിക്കും, SFIയുടെ നേതാവായിരിക്കും വലിച്ചു കീറിയത് എന്ന്. എന്നാൽ അല്ല, KSUവിൻ്റെ യൂണിയനാണ്, KSUവിൻ്റെ യൂണിയൻ ചെയർമാനാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്ന് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അതും കൂടി കേൾക്കാം. ഇതൊരു പ്രൊഫഷണൽ കോളേജ് ആയതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറ്. സമയമായിക്കോട്ടെ, ചിലപ്പോൾ 1-2 പരിപാടികളെ കാണുള്ളൂ ഒരു വർഷത്തില്. അപ്പം അതിനുപോലും എതിരെ നിൽക്കുന്ന ഒരു ഓർഡറാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആ ഓർഡർ ഒന്ന് വായിക്കാം. കേരള കാർഷിക സർവകലാശാല കോളേജുകളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടികൾ ചെലവ് കുറഞ്ഞതും ഉദ്ദേശബോധ്യത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും സംഘടിപ്പിക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സംഘടിപ്പിക്കണം. അനാവശ്യവും അമിതവുമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ബാൻഡുകൾ, DJ, മറ്റ് സമാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കായി സർവകലാശാലയുടെയോ വിദ്യാർത്ഥികളുടെയോ സാമ്പത്തിക വിഹിതം അനാവശ്യമായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക, വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളും സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കോളേജുകളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയിൽപ്പെടുത്തി കർശനമായി പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ കോളേജ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയതാരാണ്? അതിലാണ് ഏറെ കൗതുകം. രജിസ്ട്രാറാണ്, സർവകലാശാല രജിസ്ട്രാറാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ആരാണ് സർവകലാശാല രജിസ്ട്രാർ? കോൺഗ്രസിൻ്റെ സംഘടനാ നേതാവ്. ആരാണ് വൈസ് ചാൻസലർ? BJPയുടെ സംഘടനാ നേതാവ്. ഇതാണ് കാർഷിക സർവകലാശാലയിലെ ഇപ്പോഴത്തെ അവസ്ഥ. BJPയുടെ വൈസ് ചാൻസലർ, BJPയുടെ അധ്യാപക സംഘടനാ നേതാവ്. രജിസ്ട്രാറോ കോൺഗ്രസിന്റെ സംഘടനാ നേതാവ്, കോൺഗ്രസ്സുകാരൻ. ഇവർ രണ്ടുപേരും ചേർന്നാണ് സർവകലാശാല ഭരിക്കുന്നത്. അവിടെയാണ് KSUവിൻ്റെ പ്രതിഷേധം ഉയർന്നത്. ഈ ഉത്തരവ് ഇറങ്ങുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ടി സിദ്ദിഖ് കൃഷിമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ്. വലിയ നിയന്ത്രണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് മേൽ കൊണ്ടുവരുന്നത്. സർവകലാശാലയുടെ ഓഡിറ്റോറിയം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയില്ല. 30,000 രൂപ ഫീസ് കൊടുക്കണം. അതും പറയുന്നുണ്ട് ചെയർമാൻ ഹരിനന്ദ്. അതും കൂടി കേൾക്കാം. ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ ഫീസ് അവർ 33,000 ആയിട്ട് ഉയർത്തി. 7,500 ഉണ്ടായിരുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനല്ലെങ്കിൽ ഈ സെൻട്രൽ ഓഡിറ്റോറിയം ഇവിടെ എന്തിനാണ് പണിത്? അത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്, അല്ലേ? നിങ്ങളെ ഓരോരുത്തരും പറയണം. സർവകലാശാലകൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു സംശയവുമില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ചർച്ചകൾ നടത്താൻ ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പരിപാടികൾ സംഘടിപ്പിക്കാൻ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് സർവകലാശാലയുടെ ഉത്തരവാദിത്വമാണ്. വെറും പാഠ്യപ്രവർത്തനം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കേണ്ടതും സർവകലാശാലയുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ആരാണ് വൈസ് ചാൻസലർ, ആരാണ് രജിസ്ട്രാർ എന്ന് നോക്കൂ, ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നോക്കൂ. അവിടെയാണ് KSUവിന് പോലും പ്രതിഷേധിക്കേണ്ടി വരുന്നത്. തുറന്ന പ്രതിഷേധത്തിലേക്ക് ടി സിദ്ദിഖിനെ, സ്വന്തം മന്ത്രിയെ, കോൺഗ്രസിന്റെ നേതാവിനെ വേദിയിലിരുത്തി ആ മന്ത്രിയുടെ കീഴിലുള്ള സർവകലാശാല പുറപ്പെടുവിച്ച ഉത്തരവ് വലിച്ചു കീറേണ്ടി വരുന്ന അവസ്ഥ കയ്യടിയോടെ അത് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ടി സിദ്ദിഖിന് വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റാം, കൃഷിമന്ത്രിക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റാം വലിയ ഒരു അടിയാണ്
അതും KSUവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലഭിച്ചു എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം.